പാലത്തിങ്കര പഞ്ചായത്തിൽ സൗജന്യ ബസ് യാത്ര ഉദ്ഘാടനത്തിനിടെ മെമ്പറുടെ തലയിൽ പൈസ വീണു. എന്റെ മെമ്പറേ കണ്ടാ നീ? കണ്ടോണ്ടിരിക്കണ്. എന്റെ മോനെ വയറില് എന്ന് പറഞ്ഞല്ലോ, വേറെ ലെവല് വയറില് ഷോ ആയിരുന്നല്ലേ. നോക്കടാ, മെമ്പറിന്റെ തലയിൽ പായസം വീണു. ന്യൂസിലൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്, ഫുള്ള് ട്രോളാണ്. എന്താ നമ്മള് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നാണം കെടുത്തിട്ടില്ല. എന്നാലും സോഷ്യൽ മീഡിയ വഴി ഫുള്ള് നാണം കെട്ടുന്നുണ്ട്. ആശാനെ വിളിച്ച് പറഞ്ഞാലേ ആശാൻ ഇഷ്ടാവും. അതെ, റിപ്പീറ്റ് കാണിക്കുന്നുണ്ട്. വിളിക്കാം. ഹലോ. ആശാനെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. എന്തൊക്കെ കോലാഹലായിരുന്നല്ലേ. എൻ്റെ ഈശ്വരന് എന്ത് ചെയ്യും ഇനി? ഇത് ഇപ്പോഴത്തെ കണ്ടീഷൻ മനസ്സിലായോ? അതിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനെങ്കിലും പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കണത്. അതെ, എന്തായിരുന്നു? നാട്ടുകാർ മൊത്തം കണ്ടാശാനെ. ഫ്രണ്ടിലിരിക്കണം, മുൻ സീറ്റിലിരിക്കണം, പത്രത്തിൽ വരണം, എന്തായിരുന്നു പറഞ്ഞില്ലേ? എല്ലാ പത്രത്തിലും വന്ന്. അതെന്താണെന്നറിയോ? എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് ബാക്ക് സീറ്റിലേക്ക് ആക്കി വെക്കണം. അതാണ് അൾട്ടിമേറ്റ് എയിം. മനസ്സിലായല്ലോ? അതങ്ങനെ പോകുള്ളൂ. അപ്പം അതിൻ്റേത് ഓരോന്ന് ചെയ്യുമ്പോഴുണ്ടല്ലോ, കാണാനും പറയാനൊക്കെ ആൾക്കാരില്ല, എന്തെങ്കിലുമൊക്കെ തരത്തിൽ കിട്ടും. നാണം കെട്ടും നാറി. അതെ 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 അതെ. പിന്നെ ശരി. ഓക്കെ. നാണം കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പായസം തലയിൽ കൂടെ വീണിട്ട് മൊത്തം നാണം കെട്ടൊക്കെയാണ്. അതാ, പാർട്ടിക്കാരൻ്റെ മുന്നിൽ നോക്കാൻ പറ്റില്ല, നാട്ടുകാരൻ്റെ മുന്നിൽ നോക്കാൻ പറ്റില്ല. മെമ്പർ അങ്ങോട്ട് നാറി. നമ്മളിട്ട് പൊരിച്ചല്ലെന്ന് വിട്ടട്ടെ. നോക്കട്ടെ. മെമ്പറെ ഇച്ചിരി പായസമല്ലേ മെമ്പറെ? അടുത്ത പ്രാവശ്യം നമുക്ക് ഇലക്ഷന് തലയിൽ പായസം വേണമെന്ന് പറഞ്ഞൊരു ഇമോഷണൽ ഡ്രാമ പിടിക്കാം. വർക്കൗട്ട് ആവും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്തൊരു കഷ്ടമായത്. ഉദ്ഘാടനത്തിന് ഒരു കുന്തത്തിനും പോകാതെ ഈ വീട്ടിലെങ്ങാനും ഇരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ തലവഴി പായസം വീണ് തലേ പൊള്ളി ഒരു സാരിയും കളഞ്ഞു. എന്റെ പൊന്നു മെമ്പറെ, ഈ കയ്യിൽ പായസം പിടിച്ചോണ്ട് ഓമാര് മുദ്രാവാക്യം വിളിക്കുന്നു ഞാൻ അറിഞ്ഞോ? നിനക്കൊന്നും ശ്രദ്ധിക്കാൻ മേലായിരുന്നോ? പുറകിലെങ്ങാനും നിൽക്കുന്നവരുടെ കയ്യിൽ പായസം ഉണ്ടോ, അത് എന്റെ തലയിൽ കൂടെ വീടും, അതൊക്കെ ഒന്നും നോക്കണ്ടേ? മെമ്പറെ, നമ്മളിതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കാം. ഇനി പോസിറ്റീവ് തലയിൽ കൂടെ ചൂട് പായസം വീഴുമ്പോ നീ ഇത് തന്നെ പറയണം പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട്. എനിക്കതല്ല സംശയം. ഇനി ഇതിയാന്റെ വല്ല അനുയായികളും മനഃപൂർവ്വം എന്റെ തലവഴി പായസം ഒഴിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാവാൻ ഒരു ചാൻസ് ഇല്ല മെമ്പറെ. നമ്മുടെ നേതാവിന്റെ പേര് കേട്ടപ്പോഴേ ഇവന്മാര് മുദ്രാവാക്യം കൈയുണ്ടെങ്കിൽ വിളിച്ചത്. കയ്യെ പായസം വെച്ചോണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തു പറയാൻ, പൊട്ടന്മാരായി പോയില്ലേ? എന്തോ ഒരു പൊള്ളലാന്നറിയാമോ? എന്റെ തല വഴി മുഖം വഴി ഒക്കെ വീണ് തിളച്ച പായസം വീഴുമ്പോഴേ അറിയത്തുള്ളൂ അതിന് വിഷമം. അതിന് ഉപരിയായിട്ട് എല്ലാവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു. ഇതിപ്പോ വൈറലായില്ലേ, നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നാണം കെട്ട്. മെമ്പറെ, ആ ഒരു ചെറിയ പായസത്തില, ഇല്ലെങ്കിൽ നമ്മുടെ പാട്ട് വൈറലായേനെ. ഈ പായസമൊക്കെ ബസ്സിന്റെ പുറത്ത് കൊടുത്താൽ മതിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? കേൾക്കാതെ ഇത് എഴുന്നള്ളിച്ചോണ്ട് അകത്തോട്ട് വന്ന നീയാ കുറ്റക്കാരൻ. എന്തോ ചെയ്യാനാ മെമ്പറെ? ഇനിയിപ്പോ ഞാൻ ഹൈക്കമാൻഡ് അടുത്ത് പറയാം. ഹൈക്കമാൻഡ് പൊക്കോ എന്റെ മുന്നിൽ നിന്ന്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ തലയിലല്ലേ പായസം വേണം, നിന്റെ തലയിലല്ലല്ലോ. അപ്പോഴേ നൊന്തത് എനിക്കാ, പൊള്ളിയത് എനിക്കാ നാണക്കേടുണ്ടായത്. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇനി നീ എന്നോട് വേണ്ടോ? നീ വീട്ടിലേക്കാരും പോ, എനിക്കൊന്ന് കാണണ്ട. പോ, ഒന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞില്ലേ മെമ്പറെ? പോടാ. ഇവന്മാർക്ക് പായസം ഇന്ന് തന്നെ എന്തിനാ തലയിൽ കൂടെ കോഴി ഒഴിക്കുന്നത്? എ ഗ്രൂപ്പാ ബി ഗ്രൂപ്പാ വല്ലതും ആയിരിക്കും. പായസം 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 ആടാ പായസം 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 ചോണണ്ടായി വെളിവാടാ പായസം പായസം വെക്കേണ്ട കാര്യം എന്തായി? പാലട പ്രഥമം വേണ്ട, നീയൊക്കെ കേട്ടിട്ടുണ്ട് നിന്റെയൊക്കെ പായസം. ഞങ്ങളേ ഇവിടെ പായസം വെച്ചിട്ട് ഇവിടെ കയ്യിൽവക്കത്തൊക്കെ കൊടുത്താൽ പായസം ഞാനും വയ്ക്കുന്നുണ്ട് നിന്റെയൊക്കെ 16-ന്. ഒരു ഗ്ലാസ് ആ ബസ്സിലും കൊടുത്തേക്ക്. ബസ്സിലല്ലടാ, കേരയിലും കൊടുക്കാം. കേരയിൽ അല്ല, തലയിൽ ഒഴിക്കേണ്ടിരുന്നാ മതി. തലയിലൊഴിക്കണോ മടിയിലൊഴിക്കണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒഴിച്ചാ മതി എവിടെയാലും. എടാ, ഒരു അബദ്ധമാകുമ്പോ എല്ലാവർക്കും പറ്റും. ഇത് അബദ്ധമല്ലല്ലോ. പിന്നെന്താ? എടാ, ഏതൊരു അമ്പലത്തില് പായസം തലയിൽ കൂടെ ഒഴിക്കുന്ന ഒരു പരിപാടി ഇല്ലേ? ഇപ്പൊ അത് KSRTC ബസ്സിലാ.
ഒഴിക്കുന്നുണ്ട് എല്ലാത്തിനും ഒഴിക്കുന്നുണ്ട്. സമയമുണ്ടല്ലോടാ, 5 വർഷം കിടക്കല്ലേ. അതെ, നിരത്തി ഒഴിക്കണം. പായസം നിനക്കൊക്കെ എല്ലാത്തിനും നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പരിപാടി ഇല്ലല്ലേ, ഇങ്ങനെ നോയി കുത്തിയിരിക്കുക. പായസ കച്ചവടം എന്ന് പറഞ്ഞാ. ഞങ്ങളിങ്ങനെ അതൊക്കെയാ നല്ലത്, തോറ്റതല്ലേ. ഇനിയിപ്പോ പായസ കച്ചവടമൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ അതെ അതെ അതെ. എടാ, ഞങ്ങള് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരൂടാ. പായസം വെച്ചിട്ടാ പായസമല്ല, ഞങ്ങൾ ഇനി ശരി, ഞങ്ങളോട് ഉണ്ടാവും. ഞാനിവിടെ ഉണ്ടാകും. ഉണ്ടാവണം. പായസം ഇന്നലെ വെച്ചത് നല്ലതാടാ, നല്ലതാ. അല്ല, ഇവിടെ പറഞ്ഞതാ. അല്ല, അടപ്രഥമന നല്ലത് അല്ലേ. ആ പായസം കുറച്ച് കട്ടിയിലായിക്കോട്ടെ. പോവാ. ശ്ശോ, എന്നാലും ഇത് ഏതവള എന്റെ തലവഴി പായസം ഒഴിച്ചത്? ഇവളുമാരുടെ ഇന്ന് മുഖവും കാണാൻ വയ്യല്ലോ. അയ്യോ, റാണിമോളാണല്ലോ വിളിക്കുന്നത്. നീ ഇതെന്തിനാണാവോ? ഹലോ, എന്റെ അമ്മ ബസ്സിനകത്തിരുന്ന് ആരെങ്കിലും പായസം കുടിക്കോ? എന്റെ കുഞ്ഞെ, നീയും കൂടെ ഇങ്ങനെ തുടങ്ങല്ലേ. ഞാൻ പായസം കുടിക്കാൻ പോയതല്ല. ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് പായസം വീണ് വൈറലായില്ലേ? നിനക്ക് വൈറലായി നാണം കെട്ടതാ കുഴപ്പമായതല്ലേ. ബാക്കിയുള്ളവരുടെ മുഖത്ത് വഴി പായസം വീണിട്ട് പൊള്ളിയന്റെ നീറ്റിൽ ഇതുവരെ മാറിയിട്ടില്ല. അമ്മക്കത് പറഞ്ഞാൽ മതിയല്ലോ. ഡൽഹിയിലുള്ള ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുക, റാണിക്ക് മാതാജിക്ക് വീഡിയോ തേക്കോ, റാണിക്ക് മാതാജിക്ക് വീഡിയോ തേക്കോന്ന്. ദേ റാണിമോളെ, എനിക്ക് ദേഷ്യം വന്നിരിക്കുക. എടി കൊച്ചെ, ഞാൻ ബസ്സിന്റെ ഉദ്ഘാടനത്തിന് പോയതാ, അല്ലാതെ പായസം തലവഴി കമത്താൻ പോയതല്ല. ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാട്ടുകാർ ഇപ്പൊ എന്താ പറയുന്നത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ വെച്ചിട്ട് പോ റാണിമോളെ. ഇതിൽ ഞാൻ അങ്ങോട്ടാ പറയേണ്ടത്. അമ്മേനോട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒന്നിലും എടുത്തു ചാടരുതെന്ന്. എടി, എന്റെ പാർട്ടിയുടെ ആൾക്കാർ നടത്തിയ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോ ഞാനല്ലാതെ പിന്നെ നീ വന്ന് പോകോ? അമ്മേനോട് ഞാൻ ഒരു കാര്യം പറയാം. അമ്മക്ക് ഈ പൊളിറ്റിക്സ് ഒക്കെ നിർത്തിക്കൂടെ? രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണമെങ്കിലേ ഞാൻ മരിക്കണോടി, മരിക്കണം. ഇങ്ങനെ പോയാ അമ്മേനെ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇതേ പെണ്ണെ, എന്റെ വായിരിക്കുന്ന ഒന്നും കേൾക്കാതെ വെച്ചിട്ട് പോകുന്നുണ്ടോ? ഞാൻ എന്തായാലും പെട്ടെന്നൊന്നും നാട്ടിലേക്കില്ല. ഈ നാണക്കേടൊന്നും മാറട്ടെ. ഓ, അല്ലാതെ നിന്റെ കാര്യം കൊണ്ട് നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നീ അവിടെ നിൽക്കുന്നതല്ല, അമ്മയുടെ നാണക്കേട് ഓർത്തിട്ടാ അല്ലേ? എടി, നിന്റെ അടവൊക്കെ നിന്റെ കൈ വെച്ചോ. നിനക്ക് അവിടെ കുറെ കാലം കൂടെ നിൽക്കണം. അതിന് നീ കണ്ടുപിടിച്ച ഒരു മാർഗമല്ലേ ഇപ്പൊ ഈ വീഡിയോ വൈറലായതിന്റെ പേരിലുള്ള ഈ കോള്. അമ്മക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇനി അമ്മേനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അമ്മയായി അമ്മയുടെ പാടായി. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, വെച്ചിട്ട് പോയി അത്ര സന്തോഷം. ഓ, എനിക്ക് മാത്രല്ല അച്ഛനും സന്തോഷമായി എന്നാ ഞാൻ കേട്ടത്. അയാള് സന്തോഷപ്പെടുവല്ലോ. എന്റെ തലയിലല്ലേ പായസം വീണ്, എനിക്കല്ലേ പൊള്ളിയത്. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ടാവും. ആ, എന്തേലും ആവട്ടെ, ഞാൻ പഠിക്കാൻ പോവാ. നീ പഠിക്കേ, തലൂത്തി നിക്കേ, എന്ത് വേണേലും ചെയ്. ഇപ്പൊ എനിക്ക് ഇച്ചിരി സ്വസ്ഥത തരാവോ ഒന്ന്? ബാക്കിയുള്ളവര് നാണം കെട്ടിരിക്കുമ്പോ പിന്നെ വിളിച്ച് വഴക്കിടുക. അതെങ്ങനെ? ഒറ്റെണ്ണത്തിന് എന്നോട് സ്നേഹമില്ലല്ലോ. വരട്ടെ ഇങ്ങോട്ട്, എല്ലാം കൂടെ ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അവക്ക്. എടാ, എന്തൊക്കെ പറഞ്ഞല്ലേ അവരുടെ പരിപാടി ഇല്ലേ വൻ വിജയ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ഈ ജന്മത്തൊന്നും കയറി പോവില്ല. അതെ, സകലമാണ് പിള്ളേരും അതിൽ കയറി പോണത്. നമുക്ക് ഇതെന്തായാലും പൊളിക്കണം. പൊളിക്കാം. ഒരു വഴിയുണ്ട്. എന്തേ? പക്ഷെ നീ മനസ്സ് വയ്ക്കണം. പറ. അതായത് നമുക്കേ ഒരു സ്ത്രീ വേഷം കെട്ടിയിട്ട് ബസ്സിൽ കയറാം. എന്നിട്ട് കണ്ടക്ടർ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കൊടുത്താലേ? ഐഡിയ കൊള്ളാം. ആര് സ്ത്രീദോഷം കിട്ടും? നീ എന്റെ വടി ഞാൻ പറഞ്ഞേക്ക്. എനിക്ക് എന്തായാലും പറ്റില്ല. എനിക്ക് തോന്നുന്നേ നീ കറക്റ്റ്. സത്യത്തില് എന്നെ കാണുമ്പോ തന്നെ ഒരു സ്ത്രീന്റെ എവിടെയൊക്കെ ഒരു ഭാഗമുണ്ട്. സത്യം. നീ താടി മേടിച്ചിട്ട് കേറിയ കണ്ടക്ടറിന്റെ അടുത്ത് പോവുക. കണ്ടക്ടറിന്റെ അടുത്ത് പോയിട്ട് കണ്ടക്ടർ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ മതി. അപമര്യാദ എന്തോ ആയിക്കോട്ടെ. പാർട്ടിക്ക് വേണ്ടി നീ ഇതെങ്കിലും ചെയ്യണ്ടേ? നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് ചെയ്യാം. പക്ഷെ നിന്റെ ആകാരം നിന്റെ മതി. ആശാനും ഭയങ്കര ഒരു ഇതാവും ഇത് കേട്ടാ. ചെയ്യാലേ? ചുരിദാറില്ലേ? അല്ല വാങ്ങാം. വാ. അപ്പൊ മുഖം താടിന്ന് പഠിക്കില്ലേ? നമുക്ക് നോക്കാം. പോവാ. അതാ നല്ലത്. ചുരിദാർ എവിടെ ഒപ്പിക്കുക? ചുരിദാർ ഒപ്പിക്കാം. ഇവിടെ നിന്നാ ബസ് കിട്ടുമായിരിക്കും, നോക്കാം. പണിയാവോ? ബസ്സിനകത്ത് നിൽക്കുമായിരിക്കും അല്ലേ? ഇവിടെ അടുത്തുള്ളതാണോ? നല്ല കുറച്ച് ദൂരെയാ.
ഇവിടെയൊക്കെ ഉള്ളതാണെങ്കിൽ എനിക്കറിയാം, ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ ആണേ. സൗജന്യ യാത്ര നോക്കിയതൊക്കെ. ഓ അത് നല്ലതാട്ടോ ഈ സൗജന്യ യാത്ര. ഇതിൽ കയറിപ്പോയി കഴിഞ്ഞാൽ പൈസയൊന്നും കൊടുക്കണ്ട, നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയതാട്ടോ. ഞാൻ ഹൈക്കമാൻഡിൽ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാ, ഞാൻ ഭയങ്കര ഒരു പൊതുപ്രവർത്തകനാ. ഇങ്ങനെ മുഖം മറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആളെ മനസ്സിലാവുന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. നമ്മളിവിടെ ഫുള്ള് ബസ് സ്റ്റോപ്പും ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ആളാ, അപ്പം കാണേണ്ടതാണ്. ഇവിടെ എന്തിനാ വന്നേ? അതൊരു ബന്ധു വീട്ടിൽ വന്നതാ. ആ, ബന്ധുവിന്റെ പേരെന്താ? ബന്ധുടിക്ക്. ബന്ധുടിക്കോ? അയാളുടെ അഡ്രസ് എന്താ? അയാൾക്ക് ഊരും പേരൊന്നുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇവിടെ ഉള്ള എല്ലാരെയും പിടിച്ച വോട്ടർ ലിസ്റ്റിൽ ചേർത്താണല്ലോ. എന്നാലും ആ മുഖം ഒന്ന് കാണിക്കാവോ? ഇല്ല, അല്ല പകർച്ചവാദി. എന്താ പേരെന്താ പറഞ്ഞേ? സുമിത. പിന്നെ ഈ ബസ്സിലേക്ക് കയറുമ്പോഴേ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നാ മതി, പെട്ടെന്ന് എത്തും. ഒന്നുകൂടെ ഒന്ന് ചിരിക്കോ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിലെ ഒരു ഒരു പയ്യനുണ്ട് കേട്ടാ, സഹായദാസ് എന്നാ പേര്. അവന്റെ ശരീരപ്രകൃതം പോലെ തോന്നുന്നുണ്ട്. അവന്റെ ആരെങ്കിലും ആണോ? അറിയില്ല. അച്ഛന്റെ പേരെന്താ? അതെ. അമ്മയുടെ പേര്? അതെ. ആശാന്റെ പേര്? വാസുദേവൻ. എടാ സഹായദാസാ, എടാ കള്ളാ, നിക്കണവിടെ, ഞങ്ങളെ പദ്ധതി വിളിക്കാൻ ഇറങ്ങിയതാണല്ലടാ നീ. നിന്നെ ഞാൻ എടുത്തോളാ. കൊച്ചാപ്പി ഓടിക്കാ കള്ളാ. സ്ത്രീവേഷം കെട്ടിട്ട് ഇറങ്ങിയിരിക്കണവൻ, എന്നെ കാണിച്ചു തരാ.